ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു 4 മണി പലഹാരമാണ്. പഴം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. നമ്മൾ പഴമൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഏലക്കായ, 2 ടീസ്പൂൺ പഞ്ചസാര. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. പഴം അല്ല, മധുരം ഇടാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ലേശം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത്, ഇതിന് 2 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അത് ഇതിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. ഒരു ലേശം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ഒന്നും കൂടി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ മാവൊക്കെ ഇങ്ങനെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയാണ് ഇട്ടത്. നന്നായി കുഴച്ച് വെക്കുക. ഞാൻ മുകളിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുക, ചെറുതായിട്ട് ചാറുന്നുണ്ട്. അത് എടുക്കാൻ പോയത് കോണി കയറിയിട്ട് കിതക്കുക. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പാകം ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിക്കുന്ന പരുവത്തിൽ കേട്ടോ. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇത് ഈ കറുത്ത് കാണുന്നത് പഴത്തിലെ ആ കറുത്ത അരി ഉണ്ടല്ലോ, പഴത്തിൻ്റെ നടുക്കിലുള്ള അതാണ്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് മുറുക്കിയിട്ട് അടിക്കാം കേട്ടോ. അപ്പം ഇത് കളറ് ഈ കറുത്ത കുത്തുണ്ടാകും. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരിയുടെ അത്രയും കൂടി സമയം വേണ്ട. പിന്നെ എണ്ണയിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ മേലിക്കൊന്നും തെറിക്കാതെ. നമുക്കിത് എടുക്കാറായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക.
ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പഴം വെച്ചിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നല്ലതാണ് കേട്ടോ. 2 നേന്ത്രപ്പഴം വെച്ചാണ് നമ്മളത് ഉണ്ടാക്കിയത്. ഇപ്പോൾ 1 നേന്ത്രപ്പഴമാണെങ്കിലും കുഴപ്പമില്ല, പഴം എത്രയും ചേർക്കണോ അത്രയും. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാറുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്.